ഹായ്, ആദ്യ സെറ്റ് ലൈഫ് വ്ളോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുറേ നാളായി വിചാരിക്കുന്നു, വീഡിയോസൊക്കെ ഇട്ടിട്ട് കുറേ നാളായി. അപ്പോൾ ഇന്ന് ഞാൻ ഒന്ന് ഹോസ്പിറ്റൽ വരെ പോയി. അപ്പോൾ തിരികെ വന്നപ്പോൾ ഈ ടൗണിൽ സ്റ്റാൻഡിലായിട്ട് കുടുംബശ്രീയിലെ ചേച്ചിമാർ കൂടിയിട്ട് ഒരു കട നടത്തുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നേ. അവിടെ വെള്ളിരിക്ക, അതുപോലെ തന്നെ വാഴക്കൊടപ്പൻ, പിന്നെ അങ്ങനെ ചെറിയ ചെറിയ നാട്ട് കൃഷി ചെയ്ത് ഉണ്ടാക്കിയ, അതായത് കുടുംബശ്രീ ചേച്ചിമാരുണ്ടാക്കിയ പച്ചക്കറികളൊക്കെ അങ്ങനെ വിൽക്കാൻ വെച്ചിരിക്കുന്നതുകൊണ്ട് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അങ്ങനെ പയറിൻ്റെ ഇലയൊന്നും കാണാറില്ല കേട്ടോ അങ്ങനെ സെയിൽ ചെയ്യുന്നിടത്ത്. സാധാരണ ചീരയില അല്ലെങ്കിൽ കുടപ്പനൊക്കെ പിന്നെ വന്ന് ഇപ്പോൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഈ പയറിൻ്റെ ഇല ഇങ്ങനെ കെട്ട് കെട്ടായിട്ട് ഇങ്ങനെ വച്ചിരിക്കുന്നതുകൊണ്ട് അപ്പോൾ എനിക്ക് തോന്നി ഒരെണ്ണം വാങ്ങിയാതൊന്നൊരു കെട്ട്. അപ്പോൾ റേറ്റ് ഒക്കെ ഇപ്പം ചോദിച്ചപ്പം 10 രൂപ ഉണ്ടായുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ 2 കെട്ട് വാങ്ങി. അപ്പം ഇന്നും അങ്ങനെ പയറിൻ്റെ ഇല തോരൻ വയ്ക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ നിങ്ങൾ നാട്ടിലൊക്കെ എങ്ങനെയാണ്, പയറിൻ്റെ ഇലയൊക്കെ തോരൻ വയ്ക്കാറുണ്ടോ? അതോ ഇപ്പം അങ്ങനെ എടുക്കലുണ്ടോ? പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഈ പയറിൻ്റെ ഇല, മത്തൻ്റെ ഇല, അതുപോലെ തന്നെ കൊടപ്പൻ, അങ്ങനെ മുരിങ്ങ ഇല, അങ്ങനെ ഒരുപാട് തകര ഇല, അങ്ങനെ ഇലകളായിരുന്നു പണ്ടത്തെ നമ്മുടെ ഭക്ഷണ രീതി. ഇനിയിപ്പം എനർജി ലോക്ക്ഡൗൺ ഒക്കെ വരാൻ പോകുന്നു പറയണ കേട്ടു. എന്തൊക്കെ അവസ്ഥ എന്നറിയില്ല. നമ്മുടെ പഴയ ശീലങ്ങളും അതുപോലെ തന്നെ കൃഷികളൊക്കെ ഇനി മുന്നിട്ട് വരേണ്ടിയിരിക്കുന്നു. ഒരുപാട് നെൽപ്പാടങ്ങളൊക്കെ ഇപ്പം ഇങ്ങനെ കൊയ്യാതെ പുല്ലൊക്കെ പിടിച്ച് കാടൊക്കെ പിടിച്ച് ഇങ്ങനെ കിടക്കുന്നുണ്ട്. മിക്കവാറും ഇനി അതൊക്കെ എല്ലാവരും കൂടി ചേർന്ന് ഈ ഒരു അവസ്ഥയിലാണ് പോകുന്നതെങ്കിൽ, ഇനിയിപ്പം ലോക്ക്ഡൗൺ വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്രോള് ഇല്ലാതെ കഴിഞ്ഞാൽ വാഹനങ്ങളൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതെയാവും. അപ്പോൾ അവസ്ഥ ഭയങ്കര പട്ടിണിയിലേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലാണെന്നൊക്കെ പറയുന്നു. അപ്പോൾ വീണ്ടും നമ്മുടെ പഴയ കൃഷിയും പഴയ ശീലങ്ങളും ഒക്കെ മുന്നോട്ട് വരേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഇതാ നമ്മുടെ പയറിൻ്റെ എല്ലാം കടുകറയിലിട്ടിട്ടുണ്ട്. ഇനി അതങ്ങനെ ഇതൊന്ന് വേവട്ടെ കേട്ടോ. നമുക്ക് കറങ്ങുന്നു. ഈ ഒറ്റക്കൈ ബാലൻസ് ആയതുകൊണ്ടേ നമുക്ക് കൈ എൻ്റെ ശരിയല്ല. അങ്ങനെ ഇതാ നമ്മുടെ പയറിൻ്റെ എല്ലാം കടുകറയിലായിട്ടുണ്ട് കേട്ടോ. ഉപ്പുമാവ് വെച്ച് വേണം ഇതിനോ? ഉപ്പുമാവ് ഉണ്ടാക്കി തന്നെ നിങ്ങൾ കഴിക്കത്തില്ലല്ലോ. കഴിക്കും. മതി, സ്മെല്ല് ചെയ്തോണ്ട് കിടക്കുക. പയറിൻ്റെ എല്ലയുടെ കൂടെ മോരുകറിയും കൂടി, പിന്നെ വേണമെങ്കിൽ പപ്പടം ആവാട്ടോ. ശരി, just like Tiffany, to like the most beautiful. തക്കാടെ കൂടെ കുറച്ച് വെള്ളം, ഉപ്പ് ഇട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് മുളക് പൊടി ഇട്ട് അടുപ്പത്ത് വയ്ക്കുക. ചെറിയൊരു കാളലാണ് കേട്ടോ. എന്തെല്ലാം നോക്കി
തീയങ്ങ് ഓഫ് ചെയ്യും. കഴിഞ്ഞ പരിപാടി. അങ്ങനെ പയറിൻ്റെ ഇല റെഡിയായി, മോരുകറി റെഡിയായി. കണ്ടോ? അങ്ങനെ ഞാനിതാ ഒരു പിടിപിടിക്കാണ് കേട്ടോ. അപ്പോൾ ഇത്രയും നേരം കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നിറയെ സ്നേഹം.